ഹരി ഓം, ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 ഒക്ടോബർ മാസഫലമാണ്. അപ്പൊ ഈ ഒരു ഒക്ടോബർ മാസത്തില് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ സാധ്യത, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെ ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുക. അപ്പൊ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളും നമ്മൾ വളരെ വിശദമായി തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ എങ്ങനെ കാണണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എന്റെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്നാലും ചിന്തിക്കാം, ചന്ദ്രാലും ചിന്തിക്കാം കേട്ടോ. രണ്ടും വെച്ച് ഒന്ന് വീഡിയോ കാണുന്നത് വളരെ ഉത്തമമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് അക്യൂറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ഒരു വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ള രാശിയുടെ ഫലം നിങ്ങൾ അതാത് രാശിഫലം മാത്രം കണ്ടാലും മതിയാവും കേട്ടോ. അതൊരു വീഡിയോയുടെ എങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ടും തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗവും കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യമായിട്ട് മേടരാശി അഥവാ മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തിക അടങ്ങുന്ന 2 നക്ഷത്രക്കാരാണ് മേടരാശിക്കാരെന്ന് പറയുക. അപ്പൊ ഈ മേട രാശിയില് അല്ലെങ്കിൽ മേട ലഗ്നക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊഴിൽ സംബന്ധമാക്കിയായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ശനിയൊക്കെ അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളൊക്കെ നമുക്ക് നൽകുന്ന ഒരു സമയം തന്നെയായിരിക്കും. നല്ല രീതിയിലുള്ള അവസരങ്ങൾ, തൊഴിൽ നേട്ടം, തൊഴിൽ ഭാഗ്യം ഒക്കെ പറയാവുന്ന ഒരു സമയം തന്നെയാണ്. എന്നിരുന്നാലും ചില ആളുകൾക്കെങ്കിലും ഈ ഒരു ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യത കൂടുതലുള്ള ഒരു മാസം കൂടിയാണ് ഈ ഒക്ടോബർ മാസം എന്ന് പറയുക കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് പേർക്കെങ്കിലും ജോലിയിൽ ഭാരം, ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വലിയ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ആ പോകുന്ന രീതിയിൽ പോവുക, നിങ്ങളുടെ വർക്ക് കൃത്യമായിട്ട് ചെയ്തിട്ട് പോരുക. ഓക്കെ, കുറച്ചൊക്കെ സെഷൻ അല്ലെങ്കിൽ അമിതമായിട്ട് ഇതൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷനൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ആ സ്ട്രെസ്, ടെൻഷൻസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ സഹായമാക്കി തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്കൊരു റിസൾട്ട് ഇല്ലല്ലോ, അതുകൊണ്ടൊരു ഗുണം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ശാന്തത നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ ഈ തവണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് അതിനൊരു റിസൾട്ട്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യമായൊരു ഫലം നമുക്കുണ്ടാകും എന്ന് നമുക്ക് പറയാവുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കാലമായിട്ട് തൊഴിൽ അന്വേഷിച്ചു കൊടുക്കുക, എനിക്ക് ഒരു ജോലിയും കിട്ടുന്നില്ല, പല ജോലി കിട്ടിയെങ്കിൽ പോലും എനിക്ക് ഒരു ഇന്റർവ്യൂവിലെത്തും ഞാൻ ഫെയിൽ ആയി പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്റർവ്യൂ പോലും എത്താൻ പറ്റുന്നു, ഇന്റർവ്യൂവിൽ എത്തിയെങ്കിൽ ഞാൻ പാസ് ആയതിനു ശേഷം ഇന്റർവ്യൂ പോലും എത്താൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഈ ഒരു സമയം നല്ലൊരു സമയമായിട്ട് പറയാം. ഈ ഒരു 8 മാസത്തെ ജോബൊക്കെ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ശുക്രൻ ഓരോ ത്രികോണത്തിൽ വേണ്ട സമയമാണ് മേടത്തിൽ സൃഷ്ടിക്കേണ്ട. പൊതുവെ നമ്മുടെ മൈൻഡൊക്കെ കുറച്ചുകൂടി ഒന്ന് നല്ലൊരു പോസിറ്റീവ് ആക്കി മാറ്റുന്ന ഒരു ടൈമൊക്കെ ആയിരിക്കും ഈ ഒരു മാസം എന്ന് പറയുക കേട്ടോ. ഒക്ടോബർ 10 ബുധൻ വന്ന് യോഗമൊക്കെ ചെയ്യുന്ന സമയമാണ്. 13 തീയതി വരെ, ഒക്ടോബർ 13 വരെയൊക്കെ ശുക്രന്റെ മൂലത്രികോണത്തിൽ നിൽക്കുന്ന സമയമാണ്. ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്കും നല്ലൊരു മാസമായിട്ട് കാണാവുന്ന അല്ലെങ്കിൽ പറയാവുന്ന മാസമാണ് ഒക്ടോബർ മാസം എന്ന് പറയുക കേട്ടോ. ബിസിനസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് കൃത്യമായൊരു ക്ലാഷ് ഫ്ലോ ഒക്കെ വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിട്ടുള്ള ഒരു മാസം തന്നെയാണ് ഒക്ടോബർ മാസം എന്ന് പറയുന്നത്. വളരെയധികം ഒരു പുരോഗതി, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നല്ലൊരു മൂവ്മെന്റ് നടത്താവുന്ന കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ എക്സ്പാഷനിലേക്കൊക്കെ പോകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ, പ്ലാൻസ് ഒക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മാസമാണ് ഈ ഒക്ടോബർ മാസം എന്ന് പറയുക കേട്ടോ. അടുത്ത കുടുംബ സംബന്ധമായിട്ട് അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങള്, ഫാമിലി ലൈഫ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വ്യാഴം നിൽക്കുന്ന സമയമാണ്, 7 ശുക്രൻ നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ശുക്രനും വ്യാഴവും പരസ്പരം ദൃഷ്ടി വരുന്നുണ്ട് ഈ ഒരു മാസം എന്ന് പറയുക കേട്ടോ. വിവാഹ കാര്യങ്ങളൊക്കെ വീട്ടിൽ അവതരിപ്പിക്കാവുന്നൊക്കെ സമയമാണ്. പ്രണയത്തിലേക്കാണ് ഞങ്ങള് വിവാഹം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ പ്ലാൻ ഇട്ട് വെച്ചേക്കണെയാണ്, വീട്ടിൽ പറയാമോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരോടാണ് നിങ്ങൾക്ക് വീട്ടിൽ സ്മൂത്തായിട്ട് അവതരിപ്പിക്കാവുന്നൊരു സമയമൊക്കെയാണ്. നിങ്ങൾക്ക് നോർമലി ഒരു ടൈമിൽ പറയുന്നേക്കാളും വെച്ചുടും അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ പാർട്ണറിന്റെയും കൂടി ഒന്ന് ജാതകം പരിശോധിക്കുകയും ഒന്ന് ചെയ്താൽ കുറച്ചുകൂടി ഉത്തമമായിരിക്കും. പാർട്ട്നേഴ്സിന് എങ്ങനെയുണ്ട്, വീട്ടിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ടൈമാണോ, അതും കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഉത്തമമായിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 13 ശേഷം നമ്മൾ ശുക്രൻ 8 മറയുന്ന സമയമാണ്. നമുക്ക് ആ സമയത്താണ് ഗുരുവും ശുക്രനും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നൊരു ടൈം എന്ന് പറയാം. അപ്പം നമുക്ക് പൊതുവെ ഒരു അനുകൂലമായ സമയമായിട്ടൊക്കെ പറയാം. കുടുംബകാര്യത്തിലായിരിക്കും, കുടുംബത്തിലായിക്കൊക്കെ നിലനിർത്താനൊക്കെ പറ്റുന്ന സമയമാണ്. വലിയ പ്രശ്നങ്ങളില്ല. എന്നിരുന്നാലും കുടുംബമാണല്ലോ, ചെറിയ ചെറിയ
എന്താണ് ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് വലിയ കാര്യമാക്കി എടുക്കണ്ട കേട്ടോ. കാരണം അത് വലിയ പ്രശ്നത്തിലേക്കൊന്നും ആക്കാതെ അത് കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ വലിയ സ്മൂത്ത് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്ത് നമ്മുടെ ഡീലിങ്ങിൽ അനുസരിച്ചിരിക്കും ഈ ഒരു മാസം എന്ന് പറയാം കുടുംബകാര്യത്തിൽ കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ സ്മൂത്ത് ആയിട്ട് തന്നെ മുമ്പോട്ട് പോവുക. അടുത്ത വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബുധൻ കേതുവിനോടും സൂര്യനോടും ഒക്കെ യോഗം ചെയ്ത് നിൽക്കുന്ന സമയമൊക്കെയാണ്. ഒക്ടോബർ 10 ബുധൻ തുലാമിൽ വരുന്ന സമയമൊക്കെയാണ്. ശുക്രനോട് യോഗം ചെയ്യും. ബുധ ദൃഷ്ടി മേടത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആദിത്യൻ ഒക്ടോബർ 16 കേതുവിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് തുലാം രാശിയിലേക്ക് വരുന്നുണ്ട്. എന്നിരുന്നാലും നീചത്തിലാണ്, എന്നാലും കേതുവിൽ നിന്നും വിട്ടുമാറി വരുന്നുണ്ട്. സൂര്യൻ ദൃഷ്ടി നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്ന സമയമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം. നമ്മുടെ ബുദ്ധിക്ക് ഒരു ഇച്ചിരി തെളിച്ചമൊക്കെ കൂടുതലായിട്ട് കിട്ടാനും നമുക്ക് നല്ലൊരു ഉന്മേഷം. ഇത്ര നാൾ നല്ല ടയേർഡായിരുന്നു, എനിക്ക് പഠിക്കുന്നുണ്ട്, എനിക്ക് പഠിക്കാൻ ഒരു ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് പറ്റാത്തതുകൊണ്ടാണൊക്കെ പറഞ്ഞു നിൽക്കുന്നവർക്ക് അതൊക്കെ ഈ ഒരു മാസം പറയാൻ പറ്റുന്ന സമയമല്ല കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു എനർജിയൊക്കെ നൽകുന്ന സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത്. സോ ഈ മാസത്തില് നമ്മുടെ കയ്യിലുള്ള അലസതയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് വിജയിക്കാനൊക്കെ പറ്റുന്നൊരു മാസം തന്നെയാണ്. അതുപോലെ നല്ല നല്ല ചിന്തകള്, നല്ല നല്ല ഐഡിയാസ് ഒക്കെ നമ്മുടെ ബ്രെയിനിൽ വർക്കായി വരുന്ന സമയമാണ്. മുതിർന്നവർക്കും ചെറിയവർക്കും പ്രത്യേകിച്ചും പഠിക്കാനുള്ള ഏറ്റവും കൂടുതൽ ഐഡിയാസ് ഒക്കെ ആവശ്യമായിട്ട് വേണ്ടത് ബിസിനസ് ചെയ്യുന്നവർക്ക്. അപ്പൊ നിങ്ങൾക്ക് ഐഡിയാസ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സമയമൊക്കെയാണ്. പൊതുവെ നല്ലൊരു സമയം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ 20 കുജൻ നീചത്തിൽ വരുന്നുണ്ട്, ഗുരു വക്രത്തിൽ വരുന്നുണ്ട് ഈ ഒരു മാസത്തില്. അതുപോലെ തന്നെ ശുക്രൻ 8 വരുന്നുണ്ട്. പൊതുവെ നോക്കി കഴിഞ്ഞാൽ ശരീരവേദനകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റൊന്നും അങ്ങനെ യാതൊന്നും കാണുന്നില്ല കേട്ടോ. മറ്റുള്ള ഗ്രഹങ്ങളൊന്നും വലിയ തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നതായിട്ട് പ്രദർശനമില്ല. ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാം കേട്ടോ. വലിയ ടെൻഷൻ ഒന്നും അടിക്കണ്ട. എനിക്ക് ഒരു മാസം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബർ മാസത്തില് പൊതുവെ ഒരു നല്ല മാസമാണ് മേടരാശിയെ സംബന്ധിച്ചത് കേട്ടോ. ഇടവരാശി കാർത്തിക, മുക്കാൽ, രോഹിണി, മകേരം വരെ അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയുക. അപ്പൊ ഇടവരാശി സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ഇവർക്ക് തൊഴില്, ബിസിനസ് സംബന്ധമൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ നഷ്ടങ്ങളൊന്നും പറയാനില്ല ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിലർക്ക് നിങ്ങൾ ചിന്ത ഉണ്ടാവും, ഞാൻ ഈ ജോലി ഒന്ന് മാറിയാലോ, എനിക്ക് ജോലി ഒന്ന് മാറണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക്, മാറണം എന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ മാറാം. പക്ഷെ ചിന്തിച്ച് മാറണം മാത്രം. കാരണം നമുക്ക് വ്യാഴം വരുന്ന ജന്മത്തിലാണ്. സോ നമുക്ക് ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. സോ നമുക്ക് തെറ്റുകളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. സോ ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ജോലി മാറണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ബിസിനസ് കാര്യങ്ങളിലും നമ്മൾ സുപ്രധാനമായിട്ട് ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ 1-2 വട്ടം ചിന്തിച്ച് മാത്രം ആ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ബിസിനസ്സിനും വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, നല്ല ഇത് തന്നെ പോകും എന്ന് തന്നെയാണ് ഈ ഒരു മാസം നോക്കിയിട്ട് കാണുന്നത് കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു മാസം കടത്തിയെടുക്കാൻ സാധിക്കും. കുടുംബം സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ, ഫാമിലി ലൈഫൊക്കെ നോക്കുകയാണെങ്കിൽ 2 കുറിച്ച് നിൽക്കുന്ന സമയമാണ്. നമ്മുടെ സംസാര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അതെല്ലാം മറിച്ചാണെങ്കിൽ കുടുംബത്തിൽ ചില വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നൊരു മാസം തന്നെയാണ് ഒക്ടോബർ മാസം എന്ന് പറയുന്നത് കേട്ടോ. 6 ശുക്രൻ നിൽക്കുന്ന സമയമാണ്. സോ നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഒരു പക്ഷെ നമ്മുടെ ഭാര്യയാവാം, അല്ലെങ്കിൽ ഭർത്താവാം, അല്ലെങ്കിൽ മക്കളോടാവാം, അല്ലെങ്കിൽ അച്ഛനമ്മമാരോടാവാം, അതല്ലെങ്കിൽ നമുക്ക് അത്ര പ്രിയപ്പെട്ടവരാണ് അവരോടാവാം. ഓക്കെ, നമുക്ക് പ്രിയപ്പെട്ടവരാണ് അവരുമായിട്ട് ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്ന സമയമാണ്. അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ വാക്കും ശ്രദ്ധിച്ച് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, കുടുംബത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദേഷ്യങ്ങളൊക്കെ കൂടുതലായ സാധ്യതയുണ്ട്. കാരണം നമുക്ക് രാശാധിപനാണ് ശുക്രൻ എന്ന് പറയുന്നത് അല്ലെ. ആ ശുക്രനാണ് ആലത്തിൽ നിൽക്കുന്നത്. സോ നമുക്ക് കുടുംബത്തിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടതായി വന്നേക്കാം. അതുപോലെ തന്നെ ഒന്നിലധികം കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് നടക്കേണ്ട കാര്യങ്ങളൊക്കെ വരാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പൊ ഇത്ര നാൾ നമ്മൾ വീട്ടിൽ ജോലി മാത്രം, നമുക്കൊരു ചിലപ്പോൾ ഒരു വർക്കും കൂടി കിട്ടും, ആ വർക്കും കൂടി നോക്കേണ്ടി വരും. ഇപ്പൊ ജോലി മാത്രം നോക്കും, നമുക്ക് വേറെ 2-3 കാര്യങ്ങൾ കൂടി നോക്കേണ്ടി വരിക. സോ ഒന്നിലധികം ഒരു ലോഡ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക. കൃത്യമായ ലൈഫ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ ഒറ്റ മാസം നമുക്ക് കടത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ. അടുത്ത വിദ്യാർത്ഥികളുടെ കാര്യം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബുധ ശുക്രനും ചേർന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അധികം കുഴപ്പമില്ല, നല്ല സമയമൊക്കെയാണ്.
ഗുരു വന്നു നിൽക്കുന്ന സമയമാണ്. നമ്മുടെ ഗുരുനാഥന്മാര് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മെന്റർ ഒക്കെ പറയുന്ന പോലെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ നമുക്ക് പരീക്ഷയിൽ വിജയമൊക്കെ കാണാം, അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇനി അതല്ല, മറിച്ച് ഞാൻ എൻ്റെ രീതിയിൽ പഠിക്കും, ഞാൻ എൻ്റെ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യും, എനിക്ക് കഴിവുണ്ട്, അല്ലെങ്കിൽ ഞാൻ അനുസരിച്ച് പോകും. നിങ്ങൾക്ക് കഴിവില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ ആ തീരുമാനങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരാജയം കാണാൻ സാധിക്കും. മെന്റർ, നമ്മുടെ എക്സ്പെർട്ടൈസ് ഒരു വ്യക്തി പറയുകയാണെങ്കിൽ അവർക്ക് ഇത് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ. സോ അവരെന്ത് ചെയ്യും, കൃത്യമായി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ ആ പ്ലാൻ അനുസരിച്ച് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി വിജയങ്ങൾക്കൊക്കെ നല്ലതെന്ന് പറയുന്നത്. ആരോഗ്യ സംബന്ധം നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. സോ എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുക, അസിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഫുഡ്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് അസിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഫുഡുകൾ, ആഹാര കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ ഒരു മാസം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. മിഥുന രാശി, മകേരമര, തിരുവാതിര, പുണർദം, മുക്കാടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുന രാശി എന്ന് പറയുക. ഈ മിഥുന രാശിയെ സംബന്ധിച്ചോളം ഈ ഒരു ഒക്ടോബർ മാസം 2024 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ വ്യാഴം 12 നിൽക്കുന്ന സമയമാണ്. ഓക്കെ, ചെലവുകളൊക്കെ ധാരാളം ഉണ്ടാകുന്ന സമയമാണ്. 12 വ്യാഴം നമുക്ക് ശുഭ ചെലവുകളൊക്കെ ചിന്തിക്കാൻ സമയമാണ്. ഒത്തിരി ശുഭ ചെലവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇടയ്ക്ക് അനാവശ്യ ചെലവുകളൊക്കെ ഉണ്ടാവാനും ചാൻസ് കൂടുതലുള്ള സമയമാണ്. നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള സമയമാണ്. നമുക്ക് ജോലി ഒന്ന് മാറിയാലോ, തൊഴിലൊന്ന് മാറി നോക്കിയാലോ, അല്ലെങ്കിൽ ഞാൻ വേറൊന്ന് മാറ്റി പരീക്ഷിച്ച് നോക്കിയാലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള സമയമാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന ടൈം തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ ഒരു വ്യക്തത മനസ്സിലാകുന്ന സമയമാണ്. അതുപോലെ തന്നെ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കായാലും നിങ്ങൾക്കൊരു വ്യക്തത ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് കേട്ടോ. അപ്പൊ അതും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ പൊതുവെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന ഒരു ടൈം തന്നെയായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത്. വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ബിസിനസ് ചെയ്യുന്നവർക്കായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നിരുന്നാലും നിങ്ങൾക്കായാലും ചിന്ത ഉണ്ടാവും, ഞാൻ പുതിയ പാർട്ണറുമായിട്ടൊരു കോൺട്രാക്ട് എഗ്രി ചെയ്താലോ, അല്ലെങ്കിൽ ഈ പാനലിൽ വയ്ക്ക് വേറെ പാനലിൽ പോയാലോ, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് നിർത്തി വേറെ ബിസിനസ് തുടങ്ങിയാലോ എന്നുള്ള ചിന്തകൾ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാറ്റി വേറെ പ്രൊഡക്റ്റിലോട്ട് മാറിയാലോ എന്ന ചിന്തകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് ചിന്തിച്ച് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ 20-ാം തീയതി കുജൻ 2-ലേക്ക് വരുന്ന സമയമാണ്. നമുക്ക് ആ സമയത്ത് എന്താ വെച്ചാൽ ഇമോഷണൽ നമുക്ക് അത്ര കൺട്രോൾ ഉണ്ടാവില്ല. സോ അത് റിലേറ്റഡ് ആയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തിയാടുന്ന സ്വഭാവക്കാര്, പ്രകൃതിക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. എടുത്തിയാട്ടങ്ങളൊന്നും അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കി എടുത്തിയാട്ടങ്ങളൊന്നും കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ശുക്രനും ബുധനും കൂടെ ഒന്നിക്കുന്ന സമയമാണ്. 5-ല് ശുക്രൻ വരുന്നത് നമുക്ക് എന്താണ് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള തക്കവണ്ണമുള്ള പങ്കാളിയൊക്കെ ലഭിക്കാൻ യോഗമുണ്ട്. നമുക്കതിൽ തന്നെ ഓപ്ഷൻസ് കിട്ടാൻ, അല്ലെങ്കിൽ ഒന്നിലധികം നമുക്കങ്ങനെ മനസ്സിലിഷ്ടപ്പെട്ട പങ്കാളിയെ കിട്ടുകയും അതിൽ നിന്ന് ആരെയാണോ വേണ്ടതെന്ന് നമുക്ക് ജീവിത പങ്കാളിയായിട്ട് ആരെയാണോ വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാനൊക്കെ പറ്റുന്നൊരു സമയം തന്നെയായിരിക്കും ഒരു മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ വേഗത്തിൽ നമുക്ക് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറഞ്ഞ പോലെ എടുത്തിയാട്ടങ്ങൾ അതൊന്ന് കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങളുടെ കുറെ കഴിവുകൾ, നിങ്ങളുടെ കുറെ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരു സഹായം വേണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ സഹായം മറ്റുള്ളവർക്ക് ആവശ്യമായി വരുന്നൊരു മാസമായിരിക്കും ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഈ ഒക്ടോബർ മാസം എന്ന് പറയാം. സോ നമുക്ക് ഒരു സ്ട്രെസ്, അതുപോലെ ടെൻഷൻസ് ഒക്കെ ഒന്ന് വർദ്ധിക്കുന്ന ടൈം കൂടിയായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുക കേട്ടോ. വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ബുധൻ ഉച്ചത്തിൽ വരുന്ന സമയമാണ്. കേതുവിനോട് യോഗവും ചെയ്തു വരുന്ന സമയമാണ്. വിദ്യാകാര്യങ്ങളും ജ്ഞാനകാര്യങ്ങളൊക്കെ ഒന്നിക്കുന്നൊരു ടൈം തന്നെയാണ് അല്ലെ. അപ്പം ബുധനും ശുക്രനും യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. സൂര്യനും യോഗം ചെയ്യുന്ന ടൈമാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഒരു സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് പറയാവുന്ന സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. ഒത്തിരി ഗുണമോ ഒത്തിരി ദോഷമോ ഇല്ലാത്തൊരു ടൈമാണ്. ഒരു സമ്മിശ്ര ഫലത്തിലാണ് നിൽക്കുക. നമ്മുടെ പരിശ്രമത്തിന് കൃത്യമായ ഒരു റിസൾട്ടൊക്കെ കിട്ടും കേട്ടോ. സോ പരിശ്രമിക്കുക. പരീക്ഷയൊക്കെ എഴുതാൻ നിൽക്കുന്നവരെ, പ്രിപ്പയർ ചെയ്യുന്നവരെ യാതൊരു രീതിയിലും മടിക്കണ്ട. പോർക്കാസ്റ്റിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അന്നെടുത്ത് മാറ്റി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളോ അഡിഷൻ വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാണെന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇതിലൊക്കെ ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങളോ മുന്നോട്ട് പോകാൻ പറ്റും. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
നമ്മുടെ ചിന്തകൾ കൊണ്ടുണ്ടാക്കുന്ന കുറച്ച് കുഴപ്പങ്ങളൊക്കെ. അപ്പം നമുക്കറിയാം, നമ്മൾ ഒത്തിരി നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഒരു പ്രശ്നമായി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതൊരു രോഗമായി മാറാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സുകൾ, അനാവശ്യ ചിന്തകൾ, അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതുപോലെ തന്നെ അലർജി റിലേറ്റഡ് ആയിട്ട് ചില പ്രശ്നങ്ങൾ, ഇൻഫെക്ഷൻ റിലേറ്റഡ് ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉഷ്ണം അല്ലെങ്കിൽ ചൂട് സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു മാസം കടത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ. കർക്കിടക രാശി. പുനർദം, കാല, പൂയം, ആയില്യം അടങ്ങുന്ന 2 നക്ഷത്രക്കാരാണ് കർക്കിടക രാശിക്കാരെന്ന് പറയാം അല്ലെ. അപ്പൊ കർക്കിടക രാശി സംബന്ധിച്ച് ഈ ഒക്ടോബർ 2024 എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എന്താണെന്ന് നോക്കാം അല്ലെ. തൊഴിൽ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം 11 നോക്കാൻ സമയമാണ്. അതുപോലെ തന്നെ കർക്കിടകത്തിലേക്ക് ചൊവ്വ രാശി മാറുന്ന സമയമാണ്. അതുപോലെ തന്നെ ഒക്ടോബർ 15 ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല നല്ല അവസരങ്ങളൊക്കെ വന്നെത്തുന്ന സമയം തന്നെയായിരിക്കും ഈ ഒക്ടോബർ മാസത്തിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു ടൈമായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയാം. അപ്പൊ ഇതിനു മുമ്പ് കുറെ കാര്യങ്ങൾ എനിക്ക് യാതൊരു ഗുണവും ഇതിൽ നിന്നുണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഇന്നൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഫലം ലഭിച്ചു തുടങ്ങുന്ന ഒരു ടൈമായിരിക്കും. അതുപോലെ തന്നെ തൊഴിലൊക്കെ ഉയർച്ചയൊക്കെ പറയാവുന്ന ഒരു സമയം തന്നെയാണ്. ബിസിനസ് കാര്യങ്ങൾ നടത്തുന്നവർക്കും നിങ്ങൾക്കും അത്യാവശ്യം കുഴപ്പമില്ലാതെ ബിസിനസ് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നിരുന്നാലും ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം. എന്നിരുന്നാൽ പോലും വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് അതിനൊക്കെ പ്രോഫിറ്റ് വെച്ച് മറികടക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് ഈ മാസം കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്ന ടൈം തന്നെയാണ് ഈ ഒക്ടോബർ മാസത്തെ കർക്കിടക രാശിയെ സംബന്ധിച്ചു കേട്ടോ. ഫാമിലി ലൈഫ്, കുടുംബമൊക്കെ ആയി നോക്കിക്കഴിഞ്ഞാൽ ശനി 8 നിൽക്കുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒത്തിരി ഒട്ടനവധി വിവാഹ അവസരങ്ങളൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ എന്തൊരു കാര്യവും ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അതിനെ മറികടക്കാൻ ശ്രദ്ധിക്കുക. അല്ല അതിനെ ചിന്തിച്ച് അതിനെ വെച്ച് ഭയങ്കര പ്രശ്നങ്ങൾ ഇരട്ടിയാക്കി 1 2 ആക്കി, 2 4 ആക്കി, 4 8 ആക്കി, 8 16 ആക്കി, അങ്ങനത്തെ പ്രശ്നത്തിലേക്കൊക്കെ അവർ 8 വന്നാൽ അതിനെ 1 ആക്കി മാറ്റാൻ ശ്രദ്ധിക്കുക. 1 ഇല്ലാതെയാക്കി മാറ്റാൻ ശ്രദ്ധിക്കുക. ഓക്കെ, പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിന്നാലോ എന്ന ചിന്ത ഉണ്ടാവാനും സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തന്നെ ക്ഷമയോടെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ശ്രദ്ധയോടെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രണയത്തിലൊക്കെ ഉള്ളവര് പ്രണയിനികളാണ്, അല്ലെങ്കിൽ പരസ്പരമായിട്ട് വർഷങ്ങളായിട്ട് പ്രണയിക്കുന്നതാണ് എങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ പരസ്പരം ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു മാസം മറികടന്നെടുക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ കുജനും 12 രാശി മാറുന്ന സമയമാണ്. മനസ്സിന് കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ കർക്കിടക രാശിയെ സംബന്ധിച്ച്, കുടുംബം റിലേറ്റഡ് ആയി നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വ്യാഴം 11 നിൽക്കുന്ന സമയമാണ്. ആവശ്യമായ ധനലാഭമൊക്കെ ലഭിക്കുന്ന സമയമാണ്. ചൊവ്വ 12 രാശി മാറുന്ന ടൈമാണ്. ഈ സമയത്ത് നമ്മുടെ ഇമോഷൻ, നമ്മുടെ ഫീലിങ്സ് ഫാമിലി മെമ്പേഴ്സ് അത്ര മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്ത് വേണം, ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഇമോഷൻസ്, ഫീലിങ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് ഓക്കെ, അപ്പൊ ചിലരുണ്ട് എന്റെ മക്കളുടെ കാര്യം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പറയുന്നത് ഇതെന്താണ്, പൊതുവെ ഇങ്ങനെയാണ്. ഓക്കെ, അല്ലാതെ ഒരാളെ കുറ്റം പറയുന്നയോ അങ്ങനെയൊന്നുമല്ല. സോ ഇങ്ങനെയാണ് ഗ്രഹനില അല്ലെങ്കിൽ രാശിയാൾ ഫലം എന്ന് പറയാ, അത് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് മക്കളോട് സ്നേഹമില്ല, നിങ്ങൾക്ക് പേരൻസിനോട് സ്നേഹമില്ല, ആ രീതിയല്ല ഞാൻ പറയുന്നത്. സോ നിങ്ങളുടെ ഇമോഷൻസ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാളെ മനസ്സിലാക്കണേ. ഓക്കെ, ഇപ്പൊ ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇത് മനസ്സിലാകുക എന്ന് പറയാം. ഓക്കെ, നമ്മളത് എങ്ങനെ കാണുന്നു, എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിലാണ് കാര്യം. ഓക്കെ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് പെട്ടെന്ന് കത്തും. ഓക്കെ, ചിലർക്ക് കത്തി വരാൻ ഭയങ്കര താമസമായിരിക്കും. നമ്മൾ ചിലതിനൊക്കെ കളിയാക്കാൻ ട്യൂബ് ലൈറ്റ് ഒക്കെയാണ് പറയാറുണ്ട്. ഓക്കെ, അപ്പം എന്താണ് പയ്യെ മങ്ങിയൊക്കെ തെളിഞ്ഞു പെട്ടെന്ന് ഒറ്റയ്ക്ക് ലൈറ്റ് സ്വിച്ച് ഇടുമ്പോൾ അങ്ങ് തെളിയുന്ന നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഒരു കത്തി വരാൻ കുറച്ച് താമസം എടുക്കും ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ അല്ലെ. നമ്മൾ എന്തൊരു കാര്യങ്ങളും ഓക്കെ പറയുമ്പോഴായാലും ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒരു രീതി, പക്ഷെ അവർ മനസ്സിലാക്കി കഴിയുമ്പോൾ വേറെ ടൂണ്ട്. അവര് മനസ്സിലാക്കി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കണം, ഓ ഇത് ഇങ്ങനെയാണ് അർത്ഥം ഉണ്ടല്ലോ, അല്ല ഇങ്ങനെയാണല്ലോ ഇത് പറയുന്നത്, ഇങ്ങനെയാ അവർക്ക് ചിന്തിക്കാമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത് പല രീതിയിലായിരിക്കും അല്ലേ.
അപ്പൊ അത്രയൊക്കെയുള്ളൂ. അല്ലാതെ നിങ്ങൾക്കൊരു കുറ്റമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കുറ്റമായിട്ടോ ഒന്നുമല്ല പറയുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളും അവരുടെ ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയില്ല പ്രശ്നം എന്താ വെച്ചാൽ അത് കുറച്ച് നമുക്കൊരു ആ ഒരു ദൃഢത കുറയാൻ സാധ്യതയുണ്ട് അല്ലെ. അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും അത് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അതൊരു വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഗുരു വക്രത്തിൽ വന്ന സമയമാണ്. നമുക്ക് നല്ല രീതിയിൽ അറിവൊക്കെ തെളിഞ്ഞു കിട്ടുന്ന സമയമായിരിക്കും. നല്ല രീതിയിൽ ബുദ്ധി പ്രകാശിക്കുന്ന സമയമാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കോഴ്സൊക്കെ പഠിക്കാനൊക്കെ പറ്റുന്ന സമയമൊക്കെയാണ്. നമുക്ക് എന്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആ രീതിയിലുള്ള പഠനത്തിനൊക്കെ പോകാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് കേട്ടോ. ആരോഗ്യ സംബന്ധം നോക്കുകയാണെങ്കിൽ 8 ശനി വരുന്ന സമയമാണ്. വാഹന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. വാഹനം ഓടിക്കുന്നത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റോഡിൽ നടന്നു പോകുകയാണെങ്കിൽ പോലും ശ്രദ്ധിച്ച് തന്നെ ജാഗ്രതയോടെ പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉത്തമമായിരിക്കും. കുജൻ 1-ാം ഭാവത്തിൽ വരുന്ന സമയമാണ്. നമുക്ക് അത്ര ഇമോഷണൽ കൺട്രോൾ ഒന്നും കിട്ടുന്നതല്ല. സോ നമ്മുടെ ഇമോഷണൽ കൺട്രോളൊക്കെ ഒന്ന് ബ്രേക്ക് ആവാനും നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. സോ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. കർക്കിടക രാശിക്ക് കുറച്ച് പ്രാർത്ഥനയൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്താൽ നല്ല ഉത്തമമായിരിക്കും കേട്ടോ. ഇന്ന് മുടങ്ങിപ്പോയ പ്രാർത്ഥനകളൊക്കെ ഉണ്ടെങ്കിൽ അത് പുനരാരംഭിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഇച്ചിരി ഉത്തമമാണ്. ഇനി പ്രാർത്ഥനയ്ക്കാൻ പറ്റില്ല, മെഡിറ്റേഷൻ നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയൊക്കെ ചെയ്താൽ മതി. ഇത്രയൊക്കെയാണ് ഇതിന്റെ ഫലങ്ങൾ. ഇത്ര കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത് കേട്ടോ. ചിങ്ങരാശി മകം പൂരം ഉത്രം കാടുന്ന 2 നക്ഷത്രക്കാരാണ് ചിങ്ങരാശി എന്ന് പറയുക. ചിങ്ങരാശിയെ സംബന്ധിച്ചോളം ഈ ഒക്ടോബർ 2024 ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ കേതുവിൽ നിന്ന് മാറുന്ന സമയമാണ്. എന്താണ് സൂര്യൻ മാറുന്ന നീചരാശിയിലേക്കാണ് അല്ലെ, നീചത്തിലേക്കാണ്. സോ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും കഠിനാധ്വാനം ആവശ്യമായി വേണ്ടി വരുന്ന സമയമായിരിക്കും. അതുപോലെ നമ്മൾ ഒത്തിരി പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമുക്കൊത്ത ഒരു സാഹചര്യം ആയിരിക്കില്ല. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലായാലും നമ്മൾ തൊഴിൽ ചെയ്യുന്നിടത്തായാലും നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒന്നും അങ്ങനെ പെട്ടെന്ന് കിട്ടിയെന്നൊന്നും വരില്ല. പക്ഷെ നന്നായി പരിശ്രമിച്ച് ഹാർഡ് വർക്കോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് മറികടത്ത് എടുക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സഹപാഠികളോട് അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സിനോടും കൃത്യമായ ഒരു ഐക്യത്തിൽ പോകാൻ ശ്രദ്ധിക്കുക. അവരുമായിട്ടും ഒരു പിണക്കങ്ങളോ വഴക്കുകളിലേക്ക് പോവാതെ ഒരു ഐക്യത്തില് രമ്യതയില് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്ന ഈ ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ. പൊതുവെ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുമാനമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര വരുമാനം വന്നെന്ന് വരില്ല. ചിലപ്പോൾ ചില വരുമാന സ്രോതസ്സുകൾ ഇല്ലാതെയായി നമ്മുടെ വരുമാനം 10 കിട്ടിക്കൊണ്ടിരുന്നിടത്ത് 9, 8 പോകാനൊക്കെ സാധ്യതയുണ്ട്. 100 കിട്ടുന്നിടത്ത് 20, 30 പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. സോ ആ ഒരു ഡിഫറൻസ് വരാൻ സാധ്യത വരുമാന കാര്യങ്ങളില്ല. അപ്പൊ നമ്മൾ അത്ര ഹാർഡ് വർക്ക് ചെയ്താൽ കഴിഞ്ഞാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പോലും അത്ര ഒരു ലെവലിൽ നമുക്ക് എത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. ഫാമിലി ലൈഫ് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ കുടുംബാംഗങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 2 കേതു 8 രാഹു 7 ശനി നിൽക്കുന്ന സമയമാണ്. ആ കല്യാണമൊക്കെ കഴിഞ്ഞ ദമ്പതികളാണെങ്കിൽ ചിന്തിക്കും കല്യാണമേ വേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുള്ള സമയമാണ്. സൂര്യൻ നീചത്തിലാണ്. വർഷങ്ങളാടെ പ്രണയത്തിലാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു സമയത്ത് ഈ ഒരു മാസം നിങ്ങൾക്കുള്ളിൽ സംശയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പരസ്പര സംശയങ്ങളൊക്കെ ക്രിയേറ്റ് ആവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. എന്തെന്നല്ലാത്തൊരു വിഷമം മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ചിങ്ങരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു മാസം എന്ന് പറയാം കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിനും ശരീരത്തിനും ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. എന്തെന്നറിയില്ലാത്ത കുറച്ച് അസ്വസ്ഥതകൾ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദുഃഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു സഹായം വേണം, ഇനി അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വേണം എന്ന ചിന്താഗതികളൊക്കെ ചിങ്ങരാശിയിൽ ജനിച്ച സ്ത്രീകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് ഒക്ടോബർ മാസം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഒരു ഹെൽപ്പ്, ഒരു സപ്പോർട്ട് വേണം എന്ന് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഭർത്താക്കന്മാരെ, ചിങ്ങരാശി ജനിച്ച സ്ത്രീയുടെ ഭർത്താവ്, കുട്ടികൾ, പേരൻസ് ഇവരൊക്കെ നല്ലൊരു സപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ധൈര്യത്തോടെ മറികടക്കാനൊക്കെ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം, ഫോക്കസ് ഇൻക്രീസ് ചെയ്യാനുള്ള ശ്രദ്ധ കാണിക്കണം. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് മാത്രമല്ല പഠന കാര്യത്തിൽ കുറച്ചുകൂടി നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതുപോലെ തന്നെ പരീക്ഷയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരെങ്കിൽ എക്സാം പ്രാക്ടീസ് ഒക്കെ ഒന്ന് കുറച്ച് അധികം നടത്തുന്ന ഉത്തമമായിരിക്കും കേട്ടോ. എന്തായാലും പഠനത്തിൽ നിന്ന് നയിക്കാൻ മുൻതൂക്കം കൊടുക്കണ്ട കേട്ടോ.
ആരോഗ്യ സംബന്ധം നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു എക്സ്ട്രാ ടേക്ക് കെയർ ഒക്കെ ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. 2 കേതു 7 ശനി 8 രാഹു നിൽക്കുന്ന സമയമാണ്. പൊതുവെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്, ജാഗ്രത വെച്ച് പുലർത്തേണ്ട സമയമാണ് ടച്ചിങ് രാശിയെ സംബന്ധിച്ചോളം. ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മറികടക്കാൻ സാധിക്കും കേട്ടോ. ഇതൊന്നും മുഖത്തും പേടിക്കൊന്നും വേണ്ട, ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി കേട്ടോ. കന്നിരാശി ഉത്തരം മുക്കാൽ അത്തം ചിത്തിരാരടങ്ങുന്ന 2 നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയാം. കന്നിരാശിയെ സംബന്ധിച്ചോളം ഈ ഒക്ടോബർ 2024 ഫലം നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഒരു നല്ല സമയമായിട്ട് നമുക്ക് കാണാവുന്ന സമയമാണ് കന്നിരാശിക്കാർക്ക് ഈ ഒരു മാസം എന്ന് പറയാം. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെയാണ് ഒരുങ്ങി വരിക. തൊഴിൽ സംബന്ധമാക്കി നോക്കുകയാണെങ്കിൽ ബുധൻ ശുക്രൻ ഒന്നിരിക്കുന്ന സമയമാണ്, ഗുരുദൃഷ്ടി വരുന്ന സമയമാണ്, അതുപോലെ തന്നെ വ്യാഴം വക്രത്തിൽ വരുന്ന സമയമാണ്. തൊഴിലിനൊക്കെ നമുക്ക് അനുകൂലമായ സമയമാണ്, തൊഴിൽ നേട്ടം പറയാവുന്ന സമയമാണ്. സ്ഥലം, തൊഴില് ഇതൊക്കെ മാറണമെന്നാകണം, മാറ്റി ഒന്ന് നോക്കിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ. ജോലിയൊക്കെ മാറാൻ നിൽക്കുന്നവർക്കൊക്കെ ചിന്തിച്ച് മാറാവുന്ന ഒരു ടൈം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാനിങ്സ് എന്താണോ ആ പ്ലാനിങ്സ് അനുസരിച്ച് ഈ ഒരു മാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത്. ജീവിതത്തിലെ പൊതുവെ തൊഴിൽ സംബന്ധമായാലും നോക്കിയാലും ബിസിനസ് സംബന്ധമായാലും നമ്മുടെ പ്ലാൻ എന്താണോ ആ പ്ലാൻ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി നമുക്കൊരു സക്സസ്സിലേക്കൊക്കെ എത്തിക്കാൻ സാധിക്കും കേട്ടോ. കുടുംബ സംബന്ധമായിട്ട് ഫാമിലി സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിലും നമുക്ക് കുടുംബത്തിലുണ്ടായിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്ക് അനുകൂലമായി വരുന്ന സമയമാണ്. ശുക്രനൊക്കെ 2 നിൽക്കുന്ന സമയമാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ഒരു കുടുംബ ജീവിതം കുറച്ചുകൂടി ഒന്ന് സ്മൂത്തായിട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ പ്രണയത്തിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ആയാലും അത് വിവാഹത്തിലേക്കൊക്കെ സംസാരിക്കാനും വിവാഹത്തിലേക്കൊക്കെ എത്തിക്കാനും പറ്റുന്ന സമയമാണ്. വിവാഹമൊക്കെ നോക്കുന്നവർക്കും അത് അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. മനസ്സിൽ സന്തോഷങ്ങളൊക്കെ ലഭിക്കാൻ സന്തോഷം നിറയുന്ന ഒരു മാസം കൂടിയായിരിക്കും ഒക്ടോബർ മാസം എന്ന് പറയുക കേട്ടോ. അടുത്ത വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവർക്ക് പൊതുവെ ഒരു നല്ല മാസമായിട്ട് കാണാവുന്ന സമയമാണിത്. അതുപോലെ തന്നെ നമുക്കൊരു മൈൻഡിനൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ അല്ലെങ്കിൽ പോസിറ്റീവായ ചിന്തകളൊക്കെ നമുക്ക് വരുന്ന സമയമായിരിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമായിരിക്കും. അതുപോലെ നമ്മുടെ ഒരു കാര്യങ്ങളിലൊക്കെ വ്യക്തത, നമുക്ക് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എത്ര പഠിക്കണം, അതൊക്കെ നമുക്കൊരു വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ പറ്റുന്ന സമയമാണ്. നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന സമയമായിരിക്കും കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ചോളം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പയ്യെ നടന്നു തുടങ്ങുന്ന സമയമായിരിക്കും. നമ്മുടെ വർക്ക്, നമ്മുടെ ജോലി എന്താണോ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റുന്നൊരു സമയം തന്നെയാണ് കന്നിരാശിക്കാർക്ക് ഈ ഒരു ഒക്ടോബർ മാസം എന്ന് പറയുന്നത് കേട്ടോ. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ അലർജി റിലേറ്റഡ് ആയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനാണ് സാധ്യതയുള്ളൂ, അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ മരുന്നൊക്കെ കഴിക്കുന്നവർക്ക് അതൊക്കെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന സമയം കൂടി ആയിരിക്കും ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് കേട്ടോ. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ കന്നിരാശിക്കാർക്ക് ഒരു സന്തോഷമൊക്കെ ആയിട്ട് നമുക്ക് പറയാം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മേടം മുതലുള്ള രാശിയൊക്കെ നോക്കിയാൽ നമുക്ക് എന്താ അത്യാവശ്യം ഒരു ഉത്തമ രാശിയായിട്ട് നമുക്ക് ഈ ഒരു കന്നിരാശിയെ പറയാൻ സാധിക്കും കേട്ടോ. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചവരാണ്, പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിലൊക്കെ മറികടന്ന് നിങ്ങൾക്കൊരു റിലീഫ് ഈ ഒരു മാസം കിട്ടും കേട്ടോ. അപ്പോൾ അതേ കുഴപ്പമില്ലാതെ നല്ലൊരു മാസമായിട്ട് തന്നെ കന്നിരാശിക്കാർക്ക് ഈ ഒരു ഒക്ടോബർ മാസം സാധിക്കും കേട്ടോ. തുലാം രാശി ചിത്തിര ചോദ്യ വിശാഖം മുക്ക അടങ്ങുന്ന 2 നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയാം. തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു ഒക്ടോബർ 2024 എന്ന് പറയുന്നത് തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ തുലാത്തിൽ വരുന്ന സമയമാണ്. മൂലത്രികോണത്തില് വെളുത്തിയാണ് സമയമാണ്. ശുക്രൻ രാശിനാഥനാണ് അല്ലെ, തുലാമത്തിന്റെ 10ാം ഭാവം എന്ന് പറയുന്ന ശൂന്യാണ്. അപ്പം തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലി കിട്ടാൻ, അത് നമ്മുടെ ഒരു ടാലന്റ്, നമ്മുടെ സ്കില്ല്, നമ്മുടെ എഡ്യൂക്കേഷൻ ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നമുക്ക് അനുകൂലമായ ഒരു ജോലി അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി തൊഴിൽ നമുക്ക് ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. ബിസിനസ് കാര്യങ്ങളായാലും നമ്മൾ പ്ലാൻ ചെയ്യുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ആയിരിക്കും ഒരു മാസം എന്ന് പറയുക കേട്ടോ. അതുപോലെ തന്നെ സാമ്പത്തികമായി നോക്കിയാലും നേരത്തെ കഴിഞ്ഞും അല്പം ഒന്ന് മെച്ചപ്പെടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കടങ്ങളൊക്കെ പയ്യൊന്ന് കുറഞ്ഞു വരുന്ന സാഹചര്യം നമുക്ക് പറയാൻ സമയമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എന്താണോ നമുക്ക് നമ്മുടെ ആ ജോലി ചെയ്യുന്ന സാഹചര്യമായിട്ട് അത്ര പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടായാൽ തന്നെ അതിനെയൊക്കെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. അതിനുള്ള ബലമൊക്കെ ശുക്രൻ നൽകും. സോ നമുക്ക് പണമിടപാടുകൾ കാര്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിലും നമുക്ക് പൊതുവെ ഒരു ശ്രദ്ധ വേണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റൊരു കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പയ്യെ ഒരു കുറച്ചുകൂടി മെച്ചമായ അവസ്ഥയിലേക്ക് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. കുടുംബാംഗങ്ങളെ ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ കുജനെ സംബന്ധിച്ചിടത്തോളം 9ൽ നിന്ന് 10ാം ഭാവത്തിലേക്ക് വരുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുടുംബത്തില് നമുക്ക് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്
നമ്മുടെ ജീവിത പങ്കാളിക്ക് ഇച്ചിരി പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ട ഒരു സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയാം കേട്ടോ. അതുപോലെ കുടുംബങ്ങളുടെ കാര്യങ്ങൾ അല്ല ആവശ്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റാൻ യോഗം വരിക. അതുപോലെ തന്നെ അവരുടെ മനസ്സിലായാലും ഒരു പോസിറ്റീവായ ചിന്താഗതി നമ്മളെക്കുറിച്ച് ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് മാറി കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തേതിയിലേക്ക് വരാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രണയത്തിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത് വിവാഹത്തിലേക്കൊക്കെ മാറ്റാനൊക്കെ പറ്റുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇതെന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പൊതുവെ നോക്കി കഴിഞ്ഞാൽ ശനിയും വ്യാഴവും ഒക്കെ നമുക്കൊരു അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ പരിശ്രമങ്ങളൊക്കെ ഒന്ന് കുറച്ച് ഒക്കെ തരുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി അല്ലെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരു ചിന്ത നമ്മുടെ തലയിൽ അല്ലെ നമുക്ക് എപ്പോഴും അങ്ങനെ തോന്നിക്കുന്ന സാധനം എന്തെങ്കിലും എനിക്ക് അവർക്ക് വേണ്ടി ചെയ്യണമല്ലോ എന്നൊരു ചിന്താഗതിയൊക്കെ കൂടുതലായിട്ട് മനസ്സിൽ തോന്നാൻ സാധ്യത സമയമാണ്. ശുക്രന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനൊക്കെ സഹായിക്കുന്ന സമയം കൂടിയാണ് ഒക്ടോബർ മാസം എന്ന് പറയുന്ന കന്യരാശിയെ സംബന്ധിച്ച് കേട്ടോ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മാസത്തിന് തുടക്കം തൊട്ട് തന്നെ നമുക്കൊരു ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന സമയമായിരിക്കും. അതുപോലെ ഊർജം എനർജിയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ടൈമായിരിക്കും. നമ്മുടെ ഫോക്കസ് കോൺസെൻട്രേഷൻ ഒക്കെ കുറച്ചുകൂടി ഇൻക്രീസ് ആയി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പഠനത്തിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ പറ്റുന്ന സമയമായിരിക്കും കേട്ടോ. ആരോഗ്യ സംവിധാനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ദിവസം ഉണ്ടായതിനേക്കാളും ഒരു ഉന്മേഷം ഒരു ഊർജ്ജമൊക്കെ കിട്ടുന്നൊരു ടൈമാണ്. വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. വൃശ്ചിക രാശി വിശാഖകാരൻ ക്രിക്കറ്റ് അടങ്ങുന്ന രണ്ടകാല നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയാം അല്ലെ. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് നോക്കുക, ഈ ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം വക്രത്തിൽ വരുന്ന സമയമാണ്. വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ള സമയമാണ്. സൂര്യൻ 10ാം ഭാവാധീനമാണ് അല്ലെ. 10ാം ഭാവാധീൻ 11 കേതുവിനെ യോഗത്തിൽ ചെയ്തതിനു ശേഷം അതിനുശേഷം ജീവിതത്തിലേക്ക് വരുന്ന സമയമാണ്. നമുക്ക് ആവശ്യമില്ലാത്ത അനാവശ്യ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഓരോ ചില ഗൂഢമാലകളിലൊക്കെ ചെന്ന് ചാടാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലി മാറിയാലോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നൊരു മാറ്റം വരുത്തിയാലോ എന്നൊക്കെ ചിന്ത വരുന്ന സമയമാണ്. എന്നാൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് നമ്മൾ തൊഴിൽ സമ്പ്രദായമൊക്കെ ആയിട്ട് ഇത്ര നല്ല തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റിയ സമയമല്ല. അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ് ഓവർ തിങ്കിങ് ഒക്കെ കൂടുതലായിട്ട് തോന്നുന്ന സമയമായിരിക്കും കേട്ടോ. അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും ഓവറായിട്ടും വേണ്ട, ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് പ്രിഫയർ നല്ലൊരു മന്ദത്തിൽ എത്തിയിട്ട് നിങ്ങൾക്ക് അത് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്മോൾ ഇൻവെസ്റ്റ്മെന്റിലൊക്കെ തുടങ്ങാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തുടങ്ങിക്കോളൂ. അല്ല ഓവർ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിച്ച് നല്ല എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ ഒക്കെ നിർത്തി ചെയ്യാൻ ശ്രദ്ധിക്കും കേട്ടോ. അടുത്ത കുടുംബ ജീവിതമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫാമിലി ലൈഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ മൂല ത്രികോണത്തിൽ 12ാം ഭാവത്തിൽ നിൽക്കുന്ന സമയം പിന്നെ 1ാം ഭാവത്തിലേക്ക് 5ാം 7ാം ഭാവാധിപനായ വ്യാഴവും ശുക്രനും പരസ്പരം ദൃഷ്ടി നേടുന്ന സമയമാണ്. കുടുംബത്തിലെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെട്ട കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളോ ബഹളങ്ങളോ വഴക്കുകളൊക്കെ ഒന്ന് മാറി സന്തോഷമായ അന്തരീക്ഷത്തിലേക്കൊക്കെ കടക്കാൻ തുടക്കം കുറിക്കുന്ന ഒരു മാസം തന്നെയാണ് ഒക്ടോബർ മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രണയാദികൾക്ക് അല്ലെങ്കിൽ പ്രണയിച്ചുകൊണ്ട് നിൽക്കുന്നവർക്കൊക്കെ അത് വിവാഹത്തിലേക്കൊക്കെ ചിന്തിച്ചാലോ എന്ന് ചിന്തിക്കുമ്പോൾ അതിനൊക്കെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയാം കേട്ടോ. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിനൊരു അസ്വസ്ഥത, ഒരു ടെൻഷൻ ഫീലിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വിശ്രമമില്ല, ഒരു ഫുൾ ബിസി ലൈഫൊക്കെ ഈ ഒരു ടൈം പറയാവുന്ന ടൈമാണ്. ഒന്നും നേരം കിട്ടുന്നില്ല എന്നൊക്കെ പറയാൻ പറ്റുന്ന സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക, മറ്റൊരാളെ ഏൽപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. അടുത്ത വിദ്യാർത്ഥികളായി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതാണ് ഉത്തമം എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണ് പഠിക്കാണ്ട് സെലക്ട് ചെയ്തേക്കുന്നത് അത് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഫോക്കസ് ഒന്ന് കുറച്ച് പഠനത്തിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതുപോലെ തന്നെ അമിതമായ ചിന്തകൾ, അമിതമായ പ്ലാനിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അടുത്ത ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഉന്മേഷക്കുറവ്, ഒരു ഭയങ്കരമായിട്ടൊരു ടയേർഡ് ഫീലിങ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ കൺട്രോളിങ്സ് അതും കുറവായി നമുക്ക് ഇമോഷണൽ കൺട്രോൾ കൃത്യമായിട്ട് കിട്ടാതെ വരിക. അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം കുറവ്, ആ ഒരു മൂഡ് സ്വിങ്സ് ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാടും രണ്ടകാല നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയാം. അപ്പൊ ധനുരാശിക്കാർക്ക് ഈ 2024 ഒക്ടോബർ മാസത്തിൽ നോക്കുകയാണെങ്കിൽ തൊഴിൽ സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്കൊരു അനുകൂലമായ ഒരു മാസമായിട്ട് നമുക്ക് പറയാം. പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ കുജന ദൃഷ്ടി ബുധൻ ഉച്ചത്തിൽ വരുന്ന സമയം ജോലിയായാലും ബിസിനസ്സിനൊക്കെ ആയാലും നല്ലൊരു പുരോഗതിയൊക്കെ പറയാൻ സമയമാണ്. പക്ഷെ നമുക്ക്
ജോലി ഇതൊക്കെയാണ് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു വർക്ക് ലോഡൊക്കെ കൂടുതലായിട്ട് വരും കേട്ടോ. അത് ജോലി ഭാരം ഒക്കെ കുറച്ച് അമിതമാവാൻ സാധ്യത സമയമാണ്. വരുമാന മാർഗങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും അതൊന്ന് പുഷ്ടിപ്പിക്കാനൊക്കെ പറ്റുന്ന സമയമാണ്. നമുക്ക് എന്ത് പറയണം അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ സഹപാഠികളോട് പെരുമാറണം ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഐക്യത്തിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് നല്ല ടൈമാണ്. സോ ഈ ടൈം നിങ്ങളുടെ സഹപാഠികൾ ടീം കൂടി നിങ്ങളുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒന്ന് ശോഭിക്കാൻ സാധിക്കും. ബിസിനസ്സിലായാലും നല്ല രീതിയിൽ നിങ്ങളുടെ സ്റ്റാഫിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ്സും മുന്നോട്ട് എത്തിക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഫാമിലി ലൈഫൊക്കെ നോക്കുകയാണെങ്കിൽ 2ാം ഭാവം എന്ന് പറയുന്നത് ശൂന്യമാണ്. കുടുംബത്തില് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ. മാസത്തിന്റെ ആദ്യ പകുതിയിലൊക്കെ നമുക്ക് വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും അത് എൻഗേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ പറ്റുന്ന സമയമാണ്. പക്ഷെ അതിനുശേഷം എന്ന് പറയുന്നത് അത്രയും പോരാ. ഈ ഒക്ടോബർ 13 ശേഷം എന്ന് പറയുന്നത് അത്രയും പോരാത്തൊരു ടൈമാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുടുംബത്തിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഒരു കുടുംബത്തിന് വേണ്ടി തന്നെ കുറച്ച് സമയം ചെലവഴിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ തന്റെ ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റുന്ന സമയമാണ്. തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ തന്റെ പങ്കാളിയുടെ ആഗ്രഹങ്ങള് അതുപോലെ തന്നെ പങ്കാളിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ പറ്റുന്ന സമയം തന്നെയാണ് കേട്ടോ. ചെയ്തു കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു സമയം തന്നെയായിരിക്കും. ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ കുറച്ചുകൂടി ഐക്യത്തിലാക്കി മുന്നോട്ട് പോകാനൊക്കെ പറ്റുന്ന സമയമാണ്. എന്നിരുന്നാലും ചില ദമ്പതികൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങള്, കലഹങ്ങള്, വാക്ക് തർക്കങ്ങള്, ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ച് കുറച്ച് വ്യത്യാസം വരുന്ന പോലെ ഇവരുടെ കുറച്ച് സ്വഭാവത്തിലുണ്ടാകുന്ന കുറച്ച് വ്യത്യാസങ്ങൾ കാരണമായിരിക്കണം ആ ഒരു പ്രശ്നങ്ങളൊക്കെ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയാം കേട്ടോ. അതുപോലെ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ പൊതുവേ നല്ലൊരു സമയം തന്നെയാണ്. ബുധൻ രവി ഒന്നായി നിൽക്കുന്ന സമയം. അതുപോലെ തന്നെ ബുധൻ ആദിത്യ യോഗമൊക്കെ പറയാവുന്ന സമയമാണ്. പഠനത്തിനൊക്കെ നല്ല സമയമാണ്. എക്സാം ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊന്ന് പ്രിപ്പയർ ചെയ്യാനും കൃത്യമായി പ്ലാൻ ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ടൈം തന്നെയാണ് കേട്ടോ. ആരോഗ്യ സംബന്ധം നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം 6 നിൽക്കുന്ന സമയമാണ്. രാഹു 4. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ ഡൈജഷൻ പ്രോബ്ലം, ഗ്യാസ്ട്രിക് പ്രോബ്ലങ്ങൾ, തോട്ട് ഇൻഫെക്ഷൻസ്, വൊമിറ്റിങ് അങ്ങനെയുള്ള കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും വലുതായിട്ട് സൂചനയൊന്നും കാണുന്നില്ല കേട്ടോ. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ധനുരാശിക്ക് ഈ ഒരു മാസം കടത്തിവെക്കാൻ സാധിക്കും. മകരരാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമരടങ്ങുന്ന 2 നക്ഷത്രമാണ് മകരരാശി എന്ന് പറയുന്നത്. മകരരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അനുകൂല മാസമായിട്ട് നമുക്ക് പറയാം. തൊഴിൽ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായ സമയമാണ്. പുതിയ തൊഴിലൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. ശുക്രൻ മൂല തിരുകോണത്തിൽ വരുന്ന സമയമാണ്. തൊഴിലിനൊക്കെ നല്ല നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കും ഞാൻ ജോലിയിൽ നിന്ന് മാറിയാലോ എന്ന് ചിന്തിക്കുന്നവർക്കും അനുകൂലമായ സമയം തന്നെയാണ്. ബിസിനസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന സമയമാണ് കേട്ടോ. വരുമാന മാർഗങ്ങളൊക്കെ വർദ്ധിപ്പിച്ചെടുക്കാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് കേട്ടോ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെയൊക്കെ നടത്തിയെടുക്കാൻ പറ്റുന്ന സമയമാണ്. ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നവർക്ക് ഒരു പുരോഗതിയൊക്കെ പറയാവുന്ന അല്ലെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. പുതിയ നല്ല ആശയങ്ങൾ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നല്ല നല്ല ബിസിനസ് ഐഡിയാസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന സമയമാണ് കേട്ടോ. അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ വിവാഹമൊക്കെ കഴിച്ചാലോ എന്ന് ചിന്തിക്കുന്നവർക്ക് അതിനത്രം പോരാ. എന്നാൽ വിവാഹത്തിന്റെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉറപ്പിച്ചു വെക്കാനൊക്കെ പറ്റുന്ന സമയമാണ്. പ്രണയിച്ചുകൊണ്ട് നിൽക്കുന്നവർക്കായാലും നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന ചിന്തയിലോട്ടും അതൊക്കെ പറഞ്ഞു വെക്കാനൊക്കെ പറ്റുന്നൊരു ടൈം ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഓരോ തീരുമാനങ്ങളും കൃത്യമായി ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഉത്തമമായിട്ടൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും നിവൃത്തിയായി തുടങ്ങും. ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ദുഃഖങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്ക് സന്തോഷമൊക്കെ പയ്യെ മനസ്സിലൊരു മുഖത്ത് ചെറു പുഞ്ചിരിയൊക്കെ തൂങ്ങി തുടങ്ങാവുന്ന ഒരു സമയം എന്നാണ് ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ചെറിയ രീതിയിലായാലും ഇവര് അധ്വാനിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇവരുടെ കഷ്ടപ്പാടിൽ നിന്നൊരു ചെറു ലായസ്. അപ്പൊ ഇവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെന്ന് ചോദിച്ചാൽ എപ്പോഴും അതെല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ പോലും എന്തോ ഒരു ഓവറോൾ ഒരു റിലാക്സ് കിട്ടാൻ, ഒരു ഗുഡ് ഫീൽ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും മൂടി അല്ലെങ്കിൽ ഒരു മേഘം വന്ന് മൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ആ മേഘങ്ങളൊന്ന് മാറി നല്ല തെളിഞ്ഞ് തുടങ്ങുന്ന സമയമായിരിക്കും ഈ ഒരു ഒക്ടോബർ മാസം എന്ന് പറയുന്നത് കേട്ടോ.
അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ നല്ല രീതിയിലേക്ക് മാറി തുടങ്ങുന്ന സമയമായിരിക്കും. ആ നെഗറ്റീവായ തോട്ട്സുകളൊക്കെ, ആ നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് ഒക്കെ ഒന്ന് മാറി നമുക്കൊരു കുറച്ച് ആക്റ്റീവായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയിലേക്കൊക്കെ എത്തിത്തുടങ്ങുന്ന സമയമായിരിക്കും കേട്ടോ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് എക്സാംസ് ഒക്കെ എഴുതി ഒന്ന് ഫെയിലായി, 1, 2, 3 തവണയൊക്കെ ഫെയിലായി, ഇനി ഞാൻ ഇത് തുറന്ന് പഠിക്കണോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്കാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ നല്ല സമയമാണ് ഈ മാസം എന്ന് പറയുന്നത്. സോ നിങ്ങൾ റീതിങ്ക് ചെയ്യുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അത് റീതിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ഞാൻ ഇത് വിടുന്നതാണ് നല്ലത്, ഓക്കെ നിങ്ങൾ വിട്ടിട്ട് വേറെ എന്തെങ്കിലും പഠിക്കുക. അതല്ല നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് റീതിങ്ക് ചെയ്യുമ്പോൾ എന്താണോ തോന്നുന്നത് അത് കൃത്യമായിട്ട് ചെയ്ത് കൃത്യമായിട്ട് ആ തീരുമാനങ്ങൾ എടുക്കുക. പിന്നെ എന്താണ്, നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റൂല എന്നൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എൽഡേഴ്സിനോട് ചോദിക്കാം, അല്ലെങ്കിൽ മെന്റേഴ്സിനോട് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇതിനോട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കോഴ്സും റിലേറ്റഡ് ആയിട്ട് പഠിച്ചുള്ളവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ല തീരുമാനം എടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഗുഡ് ടൈമാണ്. നമുക്ക് നല്ല രീതിയിൽ പഠനമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റുന്ന ടൈം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 100% വർക്ക് ചെയ്യുമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ടൈം തന്നെയാണ്. ആരോഗ്യ സംബന്ധമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നേരത്തെ ഉണ്ടാകുന്ന രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു ശമനമൊക്കെ തുടങ്ങുന്ന സമയമായിരിക്കും. നമ്മൾ പൊതുവെ ഒരു ഉന്മേഷ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ഒരു എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ടൈമാണ്. നമുക്ക് ധൈര്യമൊക്കെ വർദ്ധിപ്പിക്കാൻ സമയമായിരിക്കും. വേഗത, നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ വേഗതയിൽ ചെയ്യാനൊക്കെ സാധിക്കുന്ന സമയമാണ്. പിന്നെ വാഹന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വേഗതയിലൊക്കെ പോകുന്നവരിൽ വേഗത കുറച്ച് പോകുന്നതായിരിക്കും ഉത്തമമെന്ന് പറയുന്നത് കേട്ടോ. ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. കുംഭക്കൂറം, അവിട്ടമര ചതയും പൊരുട്ടത് മുക്കാളുന്ന രണ്ടാകാല നക്ഷത്രമാണ് കുംഭക്കൂറം എന്ന് പറയുന്നത്. ഇപ്പൊ കുംഭരാശിക്കാരെ സംബന്ധിച്ചാൽ ഈ ഒരു ഒക്ടോബർ മാസം എന്ന് പറയുന്നത് തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം നാളിൽ നടക്കുന്ന വക്രത്തിന്റെ സമയമാണ്. ഒരു ജോലി വേണം എന്നൊക്കെ അന്വേഷിക്കുന്നവർക്ക് അതിന് ഉത്തമമായ സമയമാണ്. മാസ പകുതിക്ക് ശേഷം ഒരു ഉത്തമമായിട്ട് സമയമായിട്ട് പറയാം. ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പുരോഗതിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരോഗതി ഉണ്ടെന്ന് പറയാം, പക്ഷെ വലിയ തരത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഓക്കെ, പുതിയൊരു ബിസിനസ് തുടങ്ങാനൊന്നും അത്ര നല്ലൊരു ടൈമല്ല. ഒരു പുതിയ പാർട്ണർഷിപ്പ് ഒരു കാര്യങ്ങൾ തുടങ്ങാനൊന്നും അത്ര പോരാ. പ്രത്യേകിച്ചും ഇച്ചിരി ഏജ് ആയിട്ട് ഒരു 60 മുകളിലൊക്കെ ഉള്ളവർക്ക് പുതിയൊരു പാർട്ണർഷിപ്പിൽ ഒരു ബിസിനസ് തുടങ്ങുക അതൊന്നും അത്ര പോരാ. അല്ലാതെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. എന്നിരുന്നാലും നമുക്ക് എന്താണ് നോർമലി ഉള്ളതിന്റെ അത്ര ഒരു പ്രോഫിറ്റിലേക്കൊന്നും എത്തിക്കാൻ സാധിക്കില്ല. വലിയ പ്രോഫിറ്റിലേക്കൊന്നും നമുക്ക് ബിസിനസ് നടത്തിക്കൊണ്ട് പോകാവുന്ന രീതിയിൽ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്ന രീതിയിലൊക്കെ കൊണ്ടാ. അത്ര ബിസിനസ്സുകാർക്ക് അത്ര അനുകൂലമായ ടൈമാണോ എന്ന് ചോദിച്ചാൽ അത്രയും പോരാ കേട്ടോ. അല്ലാതെ തൊഴിലൊക്കെ നോക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ പറ്റുന്ന സമയമാണ്. അതുപോലെ കുടുംബകാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സമ്മിശ്ര ഫലമായിട്ട് വരാം. ഇടയ്ക്ക് വീട്ടിലിടയ്ക്കൊക്കെ ചെറിയ വഴക്കുകള്, ഒരു അഭിപ്രായ വ്യത്യാസങ്ങള്, ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും ഇതൊക്കെ നമുക്ക് മറികടത്തി എടുക്കാൻ സാധിക്കും. വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് അത്രയും പോരാ, അത്ര ഉചിതമായ സമയമല്ല. ശുക്രനൊക്കെ നല്ലതാണെങ്കിൽ പോലും സൂര്യൻ 8, 9 ഭാഗത്തേക്ക് ഇതിനോട് യോഗം ചെയ്ത് നീചത്തിലാക്കി നിൽക്കാൻ സമയമാണ്. അതുപോലെ തന്നെ 2, 8 ഭാവത്തില് രാഹു കേതുക്കള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കി തരും. സോ നമുക്ക് മാരേജ്, കല്യാണത്തിനൊന്നും അത്ര നമുക്ക് സുഖം പറയാൻ പറ്റുന്ന ടൈമല്ല കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു റിലാക്സേഷൻ കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. ഇവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു റിലീഫ്, ഒരു ഫീൽ ഗുഡ്, ഒരു ഒത്തിരി ഇതല്ലെങ്കിൽ പോലും ചെറിയൊരു ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും കേട്ടോ. ചെറിയ മാറ്റങ്ങളായാലും നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു പറയാൻ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം, നിങ്ങൾ ഒത്തിരി ഓവർ തിങ്കിങ് ചെയ്യാതെയും ഓവർ ടെൻഷൻ ആവാതെയൊക്കെ ശ്രദ്ധിക്കുക. അത്രയൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഫോക്കസ് കൂട്ടുക, നിങ്ങളുടെ പഠനകാലത്ത് കുറച്ച് ഫോക്കസ് കൂട്ടുക. അതുപോലെ തന്നെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒന്ന് പോസിറ്റീവ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ആത്മവിശ്വാസം വർദ്ധിക്കും അല്ലെ. ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നും. ആ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്ന ഉത്തമമാണ്. വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക. അതും ശ്രദ്ധിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഈ അമിത വേഗതയിലൊക്കെ പോകുന്നവരുണ്ടല്ലോ, നിങ്ങളൊന്ന് എക്സ്ട്രാ ടേക്ക് കെയർ എടുക്കുന്നത് ഉത്തമമായിരിക്കും. സോ ഈ മാസം നിങ്ങൾ ഇച്ചിരി വേഗതയൊക്കെ കുറച്ച് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആവുന്ന ഉത്തമമായിരിക്കും കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുംഭരാശിക്കാർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളൂ. സോ ഈ ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ ഈ 8 മാസം കടത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ. മീനരാശി, പൂരട്ടാതി കാലം ഉത്തിരട്ടാതി രേവതി അടങ്ങുന്ന 2 കാല നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒക്ടോബർ മാസത്തില്
ഗുണങ്ങളാണോ ദോഷമാണോ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഓവർ എക്സ്പെക്ടേഷൻസ് ഉണ്ടെങ്കിൽ അത് വേണ്ട. ഓക്കെ, ഓവർ എക്സ്പെക്ടേഷനോട് നമ്മൾ ഒരു കാര്യത്തിൽ അഭിമുഖീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ളൊരു എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള റിസൾട്ട് വന്നില്ലെങ്കിൽ നമുക്ക് എന്താവും, ഒരു സങ്കടം, ഒരു നിരാശ ഉണ്ടാവും അല്ലെ. ഇപ്പൊ തിയേറ്ററിൽ സിനിമ ഇറങ്ങി നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെ ആ സിനിമ കാത്തു വെക്കുകയാണ്, പക്ഷെ തിയേറ്ററിൽ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അത്ര ഇല്ലാന്ന് തോന്നി കഴിയുമ്പോൾ നമുക്കൊരു നിരാശ ഉണ്ടാവും അല്ലെ. അതല്ലെങ്കിൽ അനുസരിച്ചൊരു എഫർട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താ ഒരു നിരാശ ഉണ്ടാവും. സോ നമ്മുടെ ലൈഫിലായാലും നമുക്ക് ഒത്തിരി എക്സ്പെക്ടേഷനൊന്നും വെച്ച് വെക്കല്ലേ. ഓക്കെ, നമുക്ക് ഡ്രീംസ് കാണാം, അതൊക്കെ കാണാം, പക്ഷെ ഓവറായിട്ട് എക്സ്പെക്ടേഷനിലൊന്നും വേണ്ട. ഓക്കെ, ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു മാസം ഓക്കെ ആയിട്ട് പോകാൻ പറ്റും. അതുപോലെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ 3 വ്യാഴം വക്കാത്ത നിൽക്കുന്ന സമയമാണ്, 10 കുശ ദൃഷ്ടിയുള്ള സമയമാണ്. നമുക്ക് ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് നോക്കിയാൽ തന്നെ നമുക്കറിയാം വലിയ ഗുണങ്ങളൊന്നും നമുക്ക് ഉണ്ടാകുന്നു വരില്ല. ഇപ്പൊ ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചു. ഓക്കെ, ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തളർത്താൻ വേണ്ടി പറയുന്നതല്ല, ആത്മവിശ്വാസം ഉണ്ടാവും, അത് തന്നെ ഏറ്റവും നല്ലതാണ്. കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം കൂടി ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. സോ ആത്മവിശ്വാസം നിങ്ങൾക്ക് വെച്ച് കറക്റ്റായിട്ട് വെക്കുക. തൊഴിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് അന്വേഷിക്കുക, കൃത്യമായി പരിശ്രമിക്കുക, അപ്പം വലിയ പ്രശ്നമില്ല. അതുപോലെ തൊഴിൽ സ്ഥലത്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ നമ്മളത് ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യാം, അതിനൊക്കെ ഒന്ന് മറികടക്കാൻ സാധിക്കും കേട്ടോ. നമുക്ക് എങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പ്രതീക്ഷ വെക്കാൻ നമുക്ക് ഓരോ കാര്യങ്ങൾ കിട്ടുന്നില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാനും സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് പ്രതീക്ഷ കിട്ടും, നമുക്കിപ്പോൾ 1 ലക്ഷം കിട്ടും എന്നൊരു നേട്ടം നമുക്ക് പ്രതീക്ഷിക്കണ്ട, പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു 10,000 നമുക്ക് വന്നേക്കാം. ഇപ്പൊ ക്യാഷിന്റെ കാര്യത്തിലല്ല, എന്തൊരു കാര്യത്തിലായാലും ആ ഒരു രീതിയിലാവാം. കാരണം നമ്മൾ പ്രതീക്ഷിച്ച കാര്യം കിട്ടിയെന്ന് വരില്ല, ചിലപ്പം പ്രതീക്ഷിക്കാത്ത കാര്യം നമ്മളിലേക്ക് എത്തി വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് എന്തൊരു അവസരങ്ങൾ വന്നാലും അതൊന്നും കൈവിടാതെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് പരിശ്രമിച്ച് നോക്കാം. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഈ ഒരു മാസം നടത്തിയെടുക്കാൻ പറ്റും. 12 ശനി, 3 വ്യാഴം, ബുധൻ കേതു യോഗം 8. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ശുക്രൻ മാത്രമാണ് ഒരു ഇതായിട്ട് നമുക്ക് ഒരു വിപരീത രാജയോഗമായിട്ടൊക്കെ നിൽക്കുന്നതായിട്ട് പറയാനുള്ള. സോ നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ, അതുകൊണ്ട് ഒത്തിരി പ്രതീക്ഷകളൊന്നും വെക്കണ്ട. ഓക്കെ, എങ്ങനെയൊക്കെ ഈ ഒരു മന്ത് മുമ്പോട്ട് പോകാൻ ശ്രദ്ധിക്കുക. നമുക്ക് ടൈം നന്നാവുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു റിസൾട്ടിലേക്കൊക്കെ എത്തും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ കുടുംബജീവിതം, ഫാമിലി ലൈഫ് നോക്കുകയാണെങ്കിൽ 2 ശനി ദൃഷ്ടിയൊക്കെ വേണ്ട സമയമാണ്, പക്ഷെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ പ്രണയത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഒരു ഇത് തോന്നാൻ സാധ്യത എന്ന് വെച്ചാൽ ഞാൻ നല്ല എഫേർട്ട് ഇടുന്നുണ്ട് ഈ പ്രണയം നിലനിൽക്കാൻ, അല്ലെങ്കിൽ ഈ പ്രണയം മുന്നോട്ട് കൊണ്ടാകും, പക്ഷെ എന്റെ പങ്കാളി, എന്റെ സോൾമേറ്റ് അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ തിരിച്ചൊരു എഫേർട്ട് അവരിടുന്നില്ല. നമ്മുടെ പാർട്ണർ നമുക്ക് വേണ്ടി ആ ഒരു തിരിച്ചൊരു എഫേർട്ട്, ഞാൻ ഇടുന്ന ഈ പ്രണയ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഇടുന്നൊരു എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ട് എന്റെ പങ്കാളി ഇടുന്നില്ല എന്നൊരു തോന്നലൊക്കെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ. സോ അതൊക്കെ മനസ്സിലാക്കുക. ഈ ഒരു രാശിയുടെ ഒക്കെ മാറ്റം കാരണമൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. സോ നിങ്ങളത് വെരി പ്രശ്നത്തിലേക്ക് ഊതിപ്പേപ്പിച്ച് ഞാൻ ഇടുന്ന എഫർട്ട് നീ ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നത്തിലേക്കൊന്നും എത്തിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്കതൊരു കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ പ്രണയബന്ധമൊക്കെ നഷ്ടമാവാനൊക്കെ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നിനും സമയം തികയുന്നില്ല എന്നൊരു തോന്നല. നമുക്ക് കൃത്യമായിട്ട് ഇത് സമയം തികയുന്നില്ല, 24 മണിക്കൂർ ഉണ്ടായിട്ട് എനിക്ക് തികയുന്നില്ല, 2 കൈകൾ ഉണ്ടായിട്ട് എനിക്ക് തികയുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ അനുഭവത്തിൽ വരുന്നൊരു ടൈം ആയിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാനൊക്കെ പറ്റുന്ന സമയമാണ്. ടെൻഷൻ കൂടുന്ന സമയമായിരിക്കും, അമിതമായ ദേഷ്യമൊക്കെ വർദ്ധിക്കുന്ന സമയമായിരിക്കും. നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനുള്ള ശക്തി, ധൈര്യം ഇതൊക്കെ നമുക്ക് വ്യാഴം തരും. എന്നിരുന്നാൽ പോലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് പ്രതീക്ഷിക്കാം, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവാൻ ശ്രദ്ധിക്കാം. ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഓരോ കാര്യം ചെയ്യാൻ ശ്രദ്ധിക്കാം. നമ്മൾ പ്ലാൻ ചെയ്യുക കൃത്യമായിട്ട് കാര്യങ്ങൾ. ആ പ്ലാൻ ചെയ്യാൻ നമ്മുടെ സീനിയേഴ്സ്, എൽഡേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ മെന്റേഴ്സ്, അല്ലെങ്കിൽ അതിനോട് എക്സ്പീരിയൻസ് ഉള്ള അവരോടും കൂടി ചോദിച്ച് അത് മനസ്സിലാക്കി പ്ലാൻസ് ഒക്കെ ചെയ്താൽ കുറച്ചുകൂടി ഉത്തമമായിട്ടുള്ള കാര്യങ്ങളെ നടത്താൻ പറ്റും കേട്ടോ. അതുപോലെ ചില സമയത്ത് നമുക്കൊരു നിരാശാബോധം അല്ലെങ്കിൽ ഒരു നഷ്ടബോധമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. സോ അതൊന്നും വലിയ കാര്യമായിട്ട് ഒന്നും എടുക്കണ്ട. നമുക്ക് എന്താണ് നല്ല ടൈം വരും, അല്ലെങ്കിൽ നല്ലതിലോട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാം നടക്കുന്നത് എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് വിചാരിക്കുക. സോ നമ്മൾ സ്വഭാവത്തെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും മടുക്കൽ, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ടയർഡായി എന്നൊരു ഫീൽ നിങ്ങൾക്ക് ഒരിക്കലും വരല്ല. അങ്ങനെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒന്നും വരാതെ നിങ്ങൾ മാക്സിമം
പ്രൊഡക്റ്റീവ് ആവാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട്. അതുപോലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ള തിടുക്കത്തിൽ ഒരു കാര്യവും ചെയ്യാതിരിക്കുക. തിടുക്കങ്ങളൊക്കെ ഒന്ന് കുറച്ച് വെക്കുന്ന ഉത്തമമായിരിക്കും കേട്ടോ. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇപ്പോൾ ആഹാരമായാലും അതുപോലെ നമ്മുടെ ഹെൽത്തൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം. ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങളില്ല. എല്ലാ കാര്യങ്ങളും ശ്രദ്ധ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ഒരു മാസം നമുക്ക് കടത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇതെല്ലാമാണ് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്ന് പറയുക. ഓക്കെ, അപ്പൊ ലഗ്നാളും ചന്ദ്രാളും ഫലം കണ്ടിട്ട് നിന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ മാത്രമേ നമുക്കൊരു അക്യൂറേറ്റ് ആയിട്ട് നമ്മുടേതായിട്ട് കുറച്ചെങ്കിലുമൊക്കെ അക്യൂറേറ്റ് ആയി വരാൻ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മളൊരു ചന്ദ്രാൾ മാത്രം കണ്ടു വീഡിയോ, അപ്പം നമുക്ക് എന്താ മനസ്സിലാവുള്ളൂ, ഓക്കെ നമ്മുടെ മനസ്സ് ഇങ്ങനെയൊക്കെയാണ്, മനസ്സിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നടക്കുക. അല്ലെങ്കിൽ നമ്മൾ ലഗ്നാൾ മാത്രം കണ്ടു, ഓക്കെ ഇങ്ങനെയൊക്കെ വിധിയൊക്കെ സംഭവിക്കും, പക്ഷെ നമുക്ക് എങ്ങനെ അത് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം ലഗ്നാളും ചന്ദ്രാളും കാണാൻ ശ്രദ്ധിക്കുക. അപ്പൊ കുറച്ചുകൂടി നല്ല അക്യൂറേറ്റ് മനസ്സിലാവും. അതുപോലെ നമ്മുടെ ദശാനാഥൻ ആരാണ്, ഇപ്പൊ അപകാരം ഏതാണ് നടക്കുന്നത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ പേഴ്സണായിട്ടായിട്ട് നോക്കിയാലാണ് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ടുള്ള ഫലത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതൊന്നും പറ്റൂല. നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എന്താണ് എല്ലാ മാസവും തന്നെ ഇങ്ങനെ പ്രഡിക്ഷൻസ് നോക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പം എപ്പോഴൊക്കെയാണ് നമുക്ക് പേഴ്സണലൈസ്ഡ് കസ്റ്റമൈസ്ഡ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശുഭകാര്യം നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ നടത്തുന്നു, അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവുന്നു, ഒരു ഓഫീസ് തുടങ്ങുന്നു, ഒരു ബിസിനസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ പങ്കാളിത്ത ബിസിനസ് തുടങ്ങുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശുഭകർമ്മങ്ങൾ നടക്കുന്നു. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പേഴ്സണലായിട്ട് നമ്മുടെ പന്തിൽ പ്രഡിക്ഷൻ എടുത്ത് നോക്കുന്നു, നല്ലതായിരിക്കും. ഓക്കെ, ആ മാസത്തിൽ ഞാൻ ചെയ്താൽ കൊള്ളാവോ, നല്ലതാണോ എന്നൊക്കെ നോക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതല്ല പൊതുവേ നമ്മളൊരു നോർമൽ ലൈഫാണ് ജീവിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റും. ആ ലഗ്നവും ചന്ദ്രാളും എടുത്ത് കണ്ടിട്ട് കേട്ടോ. ഇപ്പൊ 2 രാശിയുടെ ഫലം കണ്ടവർ, ഇപ്പൊ ലഗ്നം മേടമാണ്, ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലാണെങ്കിൽ 2 ഫലം കാണും, മേടത്തിന്റെ ഇടവത്തിന്റെയും. നീ തുലാം വൃശ്ചികമാണെങ്കിൽ തുലാം വൃശ്ചികമാണ്, നീ മേടം മീനുമാണെങ്കിൽ മേടം മീനും കാണും, ഇനി മേടം തുലാമാണെങ്കിൽ മേടം തുലാമിന്റെ ഫലം കാണും. ഏതൊക്കെ രാശികളാണ് നിങ്ങൾക്ക് വരിക ആ രാശിയുടെ ഫലം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ലഗ്നവും ചന്ദ്രനും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും. അതനുസരിച്ച് അതേ പറഞ്ഞ കാര്യങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിലാണ് ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാകണം. അതുപോലെ തന്നെ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാക്കി നല്ല രീതിയിൽ തന്നെയാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്ത് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജന വഴിപാടും പേര് നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേര് നക്ഷത്രം കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്തു, ഹോമങ്ങൾ ചെയ്തു, പൂജകൾ ചെയ്തു, എന്തൊക്കെ ചെയ്തു, ഏലസുകൾ ധരിച്ചു, യന്ത്രങ്ങൾ ധരിച്ചു. ഇതുകൊണ്ടൊന്നും അങ്ങനെ നമുക്കൊരു പ്രാധാന്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ ശക്തി നമുക്കുണ്ട് അല്ലെ, ഇതിനൊരു ഊർജ്ജമുണ്ട്, എനർജി ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ ഉപരി നമുക്ക് കൃത്യമായ ഈശ്വര പ്രാർത്ഥന, നമ്മുടെ കുടുംബത്തിൽ കൃത്യമായ ഈശ്വര ആരാധന ഉണ്ടോ ഇല്ലയോ, അത് എന്താണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ, ഇഷ്ടദേവത ഏതാണോ, ഏത് ആചാരമാണോ നമ്മൾ അതേ രീതി തന്നെ ഫോളോ ചെയ്താൽ നിലവിൽ മാറ്റം വരുത്തുന്നൊന്നും നീല ഞാൻ പറയില്ല. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ആരാണോ കൃത്യമായിട്ട് നമ്മളൊന്ന് ആരാധിക്കുക, പ്രാർത്ഥിക്കുക. ഇത് കലിയുഗമാണ് അല്ലെ. നാമസങ്കീർത്തനം നടത്തിയ, ഇപ്പം എനിക്ക് മന്ത്രങ്ങളോ പൂജകളോ ഒന്നും അറിയില്ല, നിങ്ങൾ ഇനിയും അത് മന്ത്രങ്ങൾ പഠിച്ചിട്ടോ അല്ലെ പൂജകൾ പഠിച്ചിട്ടോ വന്നൊന്നും ചെയ്യാനല്ല പറയുന്നത്. നാമസങ്കീർത്തനം മതി. കലിയുഗത്തിലെ നമ്മൾ ദോഷങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ് നാമസങ്കീർത്തനം എന്ന് പറയുന്നത് അല്ലെ. അപ്പം അത് ചെയ്താൽ മതി. എല്ലാവരും കൂടി ഒന്നിച്ച് ഒന്ന് ആലോചിക്കുക, സന്ധ്യ നേരത്ത് എല്ലാവരും കൂടി വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചിരുന്ന് ആ ഒരു ഈശ്വരാരാധന നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ തന്നെ കുറയും. നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ അടുപ്പിച്ച് കുറച്ച് നാൾ ഇത് ചെയ്തു നോക്കിയേ, ഉറപ്പായിട്ട് റിസൾട്ട് വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾക്ക് ഇപ്പം നടക്കുന്ന ലൈഫിൽ നിങ്ങൾക്ക് ഇച്ചിരെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എത്ര വലിയ ദോഷങ്ങൾ ആളുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ ദോഷത്തിനൊക്കെ പരിഹരിക്കാൻ എന്ത് പറ്റും, നമുക്കും പറ്റും. ഓക്കെ, നമുക്ക് എന്തുകൊണ്ടത് പറ്റാത്ത വരണേ, നമുക്ക് കൃത്യമായ ഈശ്വരാരാധനയില്ല, പ്രാർത്ഥനയില്ല. നമുക്ക് എന്താണ് 2 മണി വരെ ഇരിക്കാനും മടിയില്ല, 3 മണി വരെ ഇരിക്കാനും മടിയില്ല, 4 മണി വരെ ഇരിക്കാനും മടിയില്ല രാത്രി അല്ലേ. എന്തുകൊണ്ടായി ഫോണുകൊണ്ടിരിക്കാൻ. ഓക്കെ, ആ സമയത്ത് ഒരു 1/2 മണിക്കൂർ പോട്ടെ, ഒരു 15 മിനിറ്റ് ആ വിളക്ക് കത്തിച്ച് അതിന് മുമ്പിൽ പോയിരിക്കാൻ എന്താണ് മടിയാണ് അല്ലേ. അപ്പം വീട്ടിലുള്ള എല്ലാവരും ഇന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോഴെങ്കിലും നിങ്ങൾ എല്ലാവരും ഇന്ന് മുതൽ ആ വിളക്ക് കത്തിച്ച് ദീപം തെളിയിച്ച് അതിന്റെ മുമ്പിൽ എല്ലാവരും ഒന്നിരുന്ന് ഒരു 1/2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കി. അങ്ങനെ ഒരു 21 ദിവസം അടുപ്പിച്ച് ചെയ്ത് നോക്കി, മാറ്റങ്ങൾ ജീവിതത്തിൽ ഉറപ്പാടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ഏത് വീഡിയോ ആണ് കണ്ടത് ആ വീഡിയോയുടെ താഴെ വന്ന് അതിന്റെ ഒരു മാറ്റം, ഒരു എക്സ്ചേഞ്ച്
എന്താണോ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. എല്ലാവരും തന്നെ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇത് ചെയ്യാതിരിക്കുമ്പോൾ ഇതുകൊണ്ട് എന്താ ഒരു വിളക്ക് കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റാ? ഞാൻ കുറച്ച് പൈസ കൊണ്ട് കൊടുത്ത് ഹോമം ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് തകിട് മേടിച്ചു വെക്കാം. അങ്ങനെ ചെയ്യാതെ ഇതൊക്കെ ഒരു എനർജിയാണ് അല്ലെ. അപ്പം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ പോലും പ്രകൃതി ഉണ്ടല്ലേ. അപ്പൊ ഒരു കുറച്ചു നേരം ഇന്ന് മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, അല്ലെ താൻ എന്തിനാണ് വിശ്വസിക്കുന്നത് അതിനെ കൃത്യമായിട്ട് ഒന്ന് ആചരിച്ച് മുന്നോട്ട് പോയി നോക്കി. നിങ്ങളുടെ ലൈഫിൽ എന്നാലും ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ചില ആളുകൾ ഡൗട്ട് ചോദിക്കാറുണ്ട്, കൺസൾട്ടേഷൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. ആ വാട്സപ്പിൽ അപ്പം നമ്മുടെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. ഓക്കെ, വാട്സപ്പിൽ തന്നെ അവർ മെസ്സേജ് റിപ്ലൈ നൽകുന്നതായിരിക്കും. ഓക്കെ, വിളിച്ചിട്ട് കിട്ടുന്നില്ല, കുറേ തവണ വിളിച്ചിട്ടാണ് കിട്ടിയെന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പൊ അവരോടാണ് പറയാനുള്ളത്, നിങ്ങൾ വിളിക്കുക, വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അവർ ഉറപ്പായിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തിരിക്കും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം. നമ്മുടെ ചാനലിൽ സ്പെഷ്യലായിട്ട് കുറച്ച് എപ്പിസോഡുകൾ വരുന്നുണ്ട്. ഓക്കെ, മന്ത്ലി പ്രഡിക്ഷന് ഉപരി വേറെ കുറച്ച് നല്ല സ്പെഷ്യൽ എപ്പിസോഡ്. കാരണം നമ്മുടെ ചാനലിൽ 25,000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു പ്രമാണിച്ച് നമ്മൾ കുറച്ച് വീഡിയോസുകൾ നമ്മൾ സ്പെഷ്യലായിട്ട് കാറ്റഗറൈസ് ചെയ്ത വീഡിയോസ് വരുന്നുണ്ട്. കൃത്യമായ ടൈമിംഗ് ഒന്നും പറയുന്നില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ടൈം ഷെഡ്യൂൾസ് ഒക്കെ കൃത്യമായി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടൈം പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇതുവരെ ഇടാത്ത കുറച്ച് കണ്ടന്റുകൾ, മന്ത്ലി പ്രഡിക്ഷനോ അങ്ങനെ പ്രഡിക്ഷൻസ് എന്നല്ലാതെ കുറച്ച് വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺഡ് ആയിരിക്കും കേട്ടോ. മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.